രാജേഷ് മാധവൻ്റെ പെണ്ണും പൊറാട്ടും. ഇത് ശരിക്കും ഒരു സീരിയസ് സറ്റയർ എന്ന ഒറ്റ വാക്കിൽ വേണം ഈ സിനിമയെക്കുറിച്ച് നമുക്ക് പറയാൻ പറ്റും. കാര്യം ഇതൊരു സ്ലാപ്സ്റ്റിക് ഹ്യൂമറിൻ്റെയൊക്കെ സ്ലാങ് വേർഷൻ പോലെ തോന്നിപ്പിക്കുന്ന ഒരു അവതരണമാണ് ഇതിനകത്ത് അവർ ഉപയോഗിച്ചിരിക്കുന്നത്. അതുപോലെ ഒരു മെറ്റഫറായിട്ടൊരു പേ ബാധിച്ച നായ എന്നൊരു കൺസെപ്റ്റ് അവർ ഉപയോഗിച്ചിട്ടുണ്ട്. അത് ശരിക്കും ഇന്നത്തെ സമൂഹം ഇതിനെ അർഹിക്കുന്നില്ല എന്ന് വേണമെങ്കിൽ നമുക്കുള്ളൊരു സന്ദേശം പോലെ നമുക്ക് നേരിട്ട് പറയാതെ അവർ ശരിക്കും ഈ ടൊവിനോയുടെയൊക്കെ വോയിസ് ഓവർ വഴി സിനിമ നമ്മളിലേക്ക് ചെറുതായിട്ടൊരു ഇൻജക്റ്റ് ചെയ്യുന്നൊരു പരിപാടി ചെയ്തിട്ടുണ്ട്. അത് കൊള്ളാം. അതുപോലെ ഇതിനകത്ത് പ്രണയത്തിൻ്റെ റിയലിസം അവർ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അത് പ്രത്യേകിച്ച് നാടകീയതയോ വലിയ ഡയലോഗുകളോ ഒന്നുമല്ല, സിറ്റുവേഷനുകളുടെ സൗന്ദര്യത്തിലാണ് അത് കൂടുതൽ വിശ്വസനീയമാകുന്നത് അല്ലെങ്കിൽ കൂടുതൽ നാച്ചുറൽ ആകുന്നത് എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലാണ് അത് എടുത്തു വച്ചിരിക്കുന്നത്. അതുപോലെ ഇതിനകത്ത് ആക്ഷൻ സീക്വൻസുകൾക്കൊക്കെ ഭയങ്കര വേഗതയേറിയതാണെങ്കിലും അതുപോലെ അമിതമായ സ്റ്റൈലൈസേഷൻ അവർ ഉപയോഗിച്ചിട്ടില്ല. പക്ഷേ നമുക്ക് നടന്നതുപോലെ തോന്നിക്കുന്ന ചില റിയലിസ്റ്റിക് ബ്ലോക്കിങ്സ് അവർ നന്നായിട്ട് അതിനകത്ത് എടുത്തു വച്ചിട്ടുണ്ട്. പിന്നെ ഡോൺ വിൻസെൻ്റ് ആണ് ഇതിനെ BGM ഒക്കെ കൈകാര്യം ചെയ്തിരിക്കുന്നത്. ചില സമയത്ത് ലൗഡാണ്, ചില സമയത്ത് ഭയങ്കരമായിട്ട് ശൂന്യത ഫീൽ ചെയ്യുന്ന പോലെയുണ്ട്. ഈ കഥയെ നയിക്കുന്നതിലുപരി കാര്യം ഇതിൻ്റെ ഒരു മൂഡ് ക്രിയേറ്റ് ചെയ്യുന്നതിനാണ് കൂടുതലായിട്ട് അവർ ഇത് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നതെന്ന് തോന്നുന്നു. അതുപോലെ തന്നെ സിനിമയുടെ ഏറ്റവും വലിയ വിജയം എന്ന് പറയുന്നത് ശരിക്കും എന്താണെന്ന് വെച്ചാൽ ഇതിനകത്തെ കഥാപാത്രങ്ങൾ അഭിനയിക്കുന്നതായിട്ട് നമുക്ക് തോന്നുന്നില്ല എന്നുള്ളതാണ്. അവർ ശരിക്കും ജീവിക്കുകയാണ്. അതുകൊണ്ടാണ് ശരിക്കും അവരുടെ ഒരു പേടിയും ഭയവും സ്നേഹവും ഈ പൊറാട്ടും ഒക്കെ നമുക്ക് ശരിക്കും നമ്മുടേതായിട്ട് മാറുന്നത്. ഈ ഭൂമി പരന്നതാണോ ഉരുണ്ടതാണോ എന്നതിൽ തർക്കമില്ല എന്നൊക്കെ നമ്മൾ പറഞ്ഞാലും മനുഷ്യനായി ജീവിക്കാൻ അതിരുകൾ അടയ്ക്കുന്നത് മതിയാവില്ല, അതിന് പകരം മനസ്സുകൾ തുറക്കണം എന്നൊരു ചോദ്യം ഈ പ്രേക്ഷകരെ അസ്വസ്ഥമാക്കുന്നു എന്ന് വേണമെങ്കിൽ സിനിമ കണ്ടു കഴിയുമ്പോൾ നമുക്ക് തോന്നും. ശരിക്കും ആ ഒരു കാര്യത്തിൽ രാജേഷ് മാധവൻ വിജയിച്ചിട്ടുണ്ടെന്ന് തന്നെ പറയാം. അതുപോലെ തന്നെ സന്തോഷ് ടി കുരുവിളയുടെ STK ഫ്രെയിംസ് ആണ് ഈ സിനിമ അവതരിപ്പിച്ചിരിക്കുന്നത്. തീർച്ചയായും അവർക്കും അഭിമാനിക്കാവുന്ന സിനിമയാണ്. നമുക്കിത് ഏത് പ്ലാറ്റ്ഫോമിലും തീർച്ചയായും കാണാവുന്ന സിനിമയാണ്. തിയേറ്ററിൽ കാണാൻ പറ്റുമെങ്കിൽ തീർച്ചയായും തിയേറ്ററിൽ കാണുക.